ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇത് തടയാനാണ് ഈ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് പ്രചരിപ്പിച്ചത്. എന്നാ ഞാൻ പറയാൻ പോകുന്നത്, മർക്കസുദ്ദാവയ്ക്ക് പൈസ വാങ്ങിയത് ആരോടൊക്കെയാ? മുസ്ലിയാമാര് പോക്കറ്റിലാക്കാണല്ലോ. ഇത് പറഞ്ഞ മൗലവിയുടെ സ്വഭാവം മനസ്സിലാക്കാനാ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം, അവര് എന്നെ തുറന്ന് പറയുന്നത്, ഞങ്ങൾ സുന്നികളോടും പൈസ വാങ്ങിയിട്ടാ നമ്മളെ സ്ഥാപനം ഉണ്ടാക്കാറ്. മനസ്സിലാക്കണം, ഈ സുന്നികളുണ്ടല്ലോ അവരോട് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കാറ് എന്ന് വെച്ചാ മനെ. ആദ്യം പറഞ്ഞിരുന്നത് ഖലീഫ റബ്ബാന്റെ മണം കൊണ്ടാണ്, ഇപ്പൊ പറഞ്ഞു 2 ദിവസം വേതനം കൊണ്ടാണ്. ഞങ്ങൾ 2 ദിവസം വേതനം കൊണ്ട് മാത്രം സ്ഥലം വാങ്ങി മർക്കസഭ കഴിച്ചെന്ന് പറഞ്ഞു. ഒരു സ്ഥാപനം വരുമ്പോ പല പൈസ ഉണ്ടാവും, പലരും പണം ഉണ്ടാവും, സ്വന്തം പിരിച്ചതുണ്ടാവും, അറബികളുണ്ടാവും. നാട്ടില് എല്ലാ സുന്നികളെടുത്തും ജമാഅത്തിനെടുത്തും പണം വാങ്ങുന്ന കാര്യത്തിൽ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യത്തെ കാണിക്കുന്നില്ല. എല്ലാവർക്കും കൊടുക്കേണ്ട വാങ്ങലുണ്ട്. അതിന്മേലൊക്കെ പലതുമ്മ പിടിച്ചു തൂങ്ങുക, ഒരു രക്ഷയില്ലാതെ കണ്ടപ്പോ വള്ളിമ പിടിച്ചു തൂങ്ങുക. മനസ്സിലായില്ലെങ്കിൽ സുന്നികളോടും വാങ്ങും, ജമാഅത്തുകാരോടും വാങ്ങും, അറബികളോടും വാങ്ങും, എല്ലാവരോടും വാങ്ങും എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഞാൻ വായിക്കാൻ പറഞ്ഞത്, സുന്നി മുസ്ലിയാമാര് പോക്കറ്റ് പൈസ ഒന്നല്ലേ. ഇവരെ വലിയ നേതാവ് ഉമർ മൗലവിയല്ലേ. ഉമർ മൗലവിന്റെ ഒരു ബുക്ക്, അയാൾ പറയുന്നത് എന്റെ ടാക്സി പൈസ ഒരു മൊയ്യാരാ കൊടുത്തത്. എന്നിട്ടോ പിന്നെ ഞാൻ അയാളെ പറയല ഇറക്കാൻ പോവുകയും ചെയ്ത്. അതായി ഞാൻ വായിക്കാൻ പോയി. ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്ത്, മുജാഹിദിന്റെ പുസ്തകം, മുസ്ലിംമാര് യാസീൻ ഓതി പണം വാങ്ങുന്നല്ലേ. കേട്ടോളി, ഇതില് മൗലവി പറയും 328 329 പേജ്. പേജൊന്നും പറയണ്ട, എന്തിന് പേജെല്ലാം പറയാം, ഉണ്ടോ ഇല്ലോ എന്ന് പരിശോധിച്ചോട്ടെ. 328 329 മൂല്യമാര് പൈസ അല്ലേ. കേട്ടോളെ, ഇയാളെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടിരിക്കുക. ആരെ? ഉമർ മൗലവി. അയാൾ പറയാ, അപ്പോൾ അതാ ഒരാൾ ഓടി വന്ന് ചെയറിന്മേൽ പിടിച്ചു. തിരൂർക്കാട് സ്വദേശി സുന്നികളുടെ വലിയ നേതാവ് മുഹമ്മദ് ഫൈസി വന്നിട്ട് ഉമർ മൗലവിന്റെ ചെയറിൽ പിടിച്ചു കൊടുത്തു. വിദേശത്തുനിന്ന് കയറ്റി അയച്ചതാ മൗലവീന. എന്റെ ആദർശ വീതിയിലെ ശക്തിയായ എതിരാളി വീൽ ചെയറിന്റെ പിടി അദ്ദേഹം ഏറ്റെടുത്തു. ജോലിക്കാരെ എന്തോ പറഞ്ഞ് ഒഴിവാക്കി എന്നെ ഉന്തിക്കൊണ്ടുപോയി. അരി ഫൈസി എന്റെ പൈസ എന്താക്കി കേട്ടോളെ. താൻ തന്നെ ഒരു ടാക്സി വിളിച്ചു. മൗലവിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. കോഴിക്കോട് മുജാഹിദ് സെന്ററിലേക്ക് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കാറിൽ കയറ്റി. ടാക്സി വാടക സ്വന്തം പോക്കറ്റിൽ നിന്നു തന്നെ കൊടുത്തു. അദ്ദേഹത്തിന് അത് നിർബന്ധമായിരുന്നു. അങ്ങനെ സ്നേഹപൂർവം യാത്രയാക്കി. ഉമർ മൗലവിക്ക് മുജാഹിദ് സെന്ററിലെത്താനുള്ള പൈസ ഫൈസിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. ഉമർ മൗലവി കിട്ടിയ ചാൻസ് അല്ലേ, വരട്ടെ മൂപ്പര് നോക്കി. എന്നിട്ട് പിന്നെ ഇയാൾ പറയാണ്, പിന്നെന്തുണ്ടായി? അപ്പൊ സുന്നീനെ കിട്ടൂന്നായാലോ വലിയ ആരോഗ്യം. അപ്പൊ പിന്നെ ഞങ്ങൾ പിരിവിന് പോയി. ആരോഗ്യ ഫൈസിന്റെ അതായത് പറയാൻ പോയി. നമ്മുടെ അയൽക്കാരനാണല്ലോ, അദ്ദേഹം സ്ഥലത്തുണ്ട്. ഉപ്പ ഞങ്ങളോടൊത്ത് അദ്ദേഹത്തെ സമീപിച്ചാൽ എന്തെങ്കിലും സഹായം ലഭിക്കാതിരിക്കില്ല. ലേശം മടിയും ശങ്കയും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കൂടെ പോയി. മൗലവിന്റെ മക്കൾ പറഞ്ഞതാ, ബാപ്പൊന്ന് വന്നാല് അമ്മയിലാർ എന്തെങ്കിലും തേരിയായിരിക്കുമോ. അങ്ങനെ അല്പം മടിയുണ്ട്, കാരണം സുന്നികളോട് വാങ്ങാനേ പോകുന്നത്. ശങ്കയുണ്ട്, ഞാൻ കൂടെ പോയി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. എന്നോട് വല്ലാത്തൊരാദരവാണ് പ്രകടിപ്പിച്ചത്. മുബാറക്കാണ് കാര്യം അവതരിപ്പിച്ചത്. മൗലവിന്റെ മോനായിട്ട് എന്നെയും സുഹൃത്തുക്കളെയും അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് അദ്ദേഹം 100 ചാക്ക് സിമന്റ് വാഗ്ദാനം ചെയ്തു. ഉമർ മൗലവി ഫൈസിന്റെ പൊരേന് ഇറക്കാൻ പോയി മക്കളെയും കൂട്ടിയിട്ട്. എന്നിട്ട് 100 ചാക്ക് സിമന്റ് കൊടുത്ത്. ഇത് വലിയ ബഹുമാനത്തോടെ ഉമർ മൗലവിയുടെ പുസ്തകത്തില് ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്ത് എഴുതി വെച്ച സലഫി ഇവിടെ വന്നിട്ട് സ്വന്തം ബാപ്പയടക്കമുള്ള മുസ്ലിംമാര് പോക്കറ്റിൽ ഹദിയ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പ്രസംഗിച്ചതാ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഇനി ഇത് ഞാൻ എന്താ പറയേണ്ടത്? ഇവരെ പറ്റി ഞാൻ എന്താ പറയേണ്ടത്? ആ പറയേണ്ട വാക്ക് എന്നെ എന്റെ ബാപ്പ പഠിപ്പിച്ചിട്ടില്ല, എന്റെ ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടില്ല. ഇവർക്ക് വരേണ്ട മറുപടി അതുകൊണ്ട് അയാളെ നാവ് കൊണ്ട് അതിന്റെ മറുപടി ഞാൻ പറയിക്കാണ്. അയാൾക്കുള്ള മറുപടി അയാളെ നാവ് കൊണ്ട് പറയിക്കാണ്. ഉളുപ്പുണ്ടോ?
നിങ്ങൾക്കിത് പറയാൻ? മറുപടി ശരിയായില്ലേ? എന്റെ നാവുകൊണ്ട് പറയണ്ടല്ലോ. ഒന്നുകൂടി വെച്ചവനെ. ഉളുപ്പുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? അതെ, അതിന്റെ മറുപടിയാണ്.